സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വരാഹത്തിന്റെ മോഷൻ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ചായിരുന്നു ടൈറ്റിൽ പ്രകാശനം. സുരാജ് വെഞ്ഞാറമൂട്, ഗൗതം വാസുദേവ് മേനോൻ, നവ്യ നായർ, പ്രാച്ചി തെഹലൻ, ഇന്ദ്രൻസ്, സാദിഖ്, ശ്രീജിത്ത് രവി, ജയൻ ചേർത്തല, സന്തോഷ് കീഴാറ്റൂർ, സരയു മോഹൻ, ഷാജു ശ്രീധരൻ, മാസ്റ്റർ ശ്രീപത്യാൻ, സ്റ്റെല്ല സന്തോഷ് തുടങ്ങി ഒരു വലിയ താരനിര ഈ ചിത്രത്തിലുണ്ട്. സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, സഞ്ജയ് പടിയൂർ എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് വിനീത് ജെയിൻ, സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. സുരേഷ് ഗോപിയുടെ 257ാമത്തെ ചിത്രമാണിത്. മുംബൈ ആസ്ഥാനമായുള്ള മാവറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ സിനിമ കൂടിയാണ് സുരേഷ് ഗോപിയുടെ ഈ ബ്രഹ്മാണ്ഡ ചിത്രം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പിന്നാലെ തൃശൂരിനെ സംബന്ധിച്ച് തന്റെ ആത്മവിശ്വാസം ഇരട്ടിയായെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. പാർട്ടിയുടെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. എങ്കിലും ജനവിധിയാണ് പ്രധാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ സിനിമയിൽ അഭിനയിക്കാൻ 2 കൊല്ലം ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കൂടി സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു. പിന്നീട് തൃശൂരിലെ ജനങ്ങൾക്ക് തന്റെ ഫേസ്ബുക്കിലൂടെയും സുരേഷ് ഗോപി നന്ദി അറിയിക്കുകയുണ്ടായി. തൃശൂരിന്റെ മനസ്സ് നിറഞ്ഞ സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി എന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചത്. ക്രോസ് വോട്ടിംഗ് ആരോപണം തന്നെ വ്യാകുലപ്പെടുത്തുന്നില്ല എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. സമ്പാദിക്കാനല്ല താൻ രാഷ്ട്രീയത്തിലിറങ്ങിയത്, കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും താനെന്നും കൂടി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. അതേസമയം തൃശൂരിൽ CPM BJPക്ക് വോട്ട് മറിച്ചു എന്ന ഗുരുതര ആരോപണവുമായി UDF സ്ഥാനാർത്ഥി K മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ CPM ക്രോസ് വോട്ടിംഗ് നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഗുരുവായൂർ, നാട്ടിക മണ്ഡലങ്ങളിൽ ഇത് പ്രകടമായി എന്നും വോട്ട് മറിച്ചതിന്റെ കണക്കുകൾ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഇതൊന്നും UDFനെ ബാധിക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും K മുരളീധരൻ പറഞ്ഞു വെച്ചു. K മുരളീധരൻ പരാജയം സമ്മതിച്ചു എന്നും അതിനുള്ള മുൻകൂർ ജാമ്യമെടുക്കലാണ് ഈ ആരോപണമെന്നുമാണ് BJP പറയുന്നത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി. Thank you.